ഹേ ഗീസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓൺ വോയിസ് ആയിട്ട് ചെയ്യുന്ന വീഡിയോ പോസ്റ്റ്മോർട്ടം തന്നെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാനിപ്പോൾ ഡെലിവറി ഇരിക്കുന്നത് കൊണ്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയില്ലെങ്കിൽ കുറച്ച് പേർക്കും അറിയുന്ന കാര്യമാണ്. ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിനെയാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് അതെല്ലാ സ്ത്രീകളിലും കോമൺ ആയിട്ട് കാണുന്നതാണ്. ആഫ്റ്റർ ഡെലിവറി എല്ലാ സ്ത്രീകളിലും കോമൺ ആയിട്ട് കാണുന്നതാണ് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി സിവിയർ ആവുമ്പോഴാണ് അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിട്ട് മാറുന്നത്. അപ്പൊ ഗൈസ്, ബിഫോർ ഡെലിവറി ആൻഡ് ആഫ്റ്റർ ഡെലിവറി അത് രണ്ടും എൻറ്റിയർലി ഡിഫറെന്റ് ആണ്. നമ്മളൊന്നിച്ച് പാരന്റ്സും കൂടി വേണം. ബട്ട് പാരന്റ്സ് വേണമെന്നില്ലതിനേക്കാൾ ഉപരി ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ഹസ്ബൻഡിനെ ഒന്നിച്ച് വേണമെന്നാണ് കേട്ടോ. സത്യം പറഞ്ഞ ഗൈസ്, പോസ്റ്റ്മോർട്ടം എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതെങ്ങനെ ക്യാമറയിൽ മുമ്പിൽ വന്നിട്ട് പറയണം എന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും എനിക്ക് അറിയുന്ന പോലെയല്ല ഞാൻ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു. അതുകൊണ്ട് ഒരു 3 ദിവസം മാത്രമേ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാൻ ഏട്ടനോട് ആദ്യം പറഞ്ഞ കാര്യമാണ്, ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലായിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പോൾ വീക്കിലി എല്ലാ ദിവസവും നിൽക്കണമെന്നൊന്നും ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടാ. പക്ഷെ ഒരു 2 or 3 days വീക്കില് എൻ്റെ ഒന്നിച്ചും കുഞ്ഞിൻ്റെ ഒന്നിച്ചും സ്പെൻഡ് ചെയ്യണം എന്നായിരുന്നു ഞാൻ ഫസ്റ്റ് ഏട്ടനോട് പറഞ്ഞ കാര്യം. അതിപ്പോ പണ്ടത്തെ നാട്ടു നടപ്പ് അനുസരിച്ചിട്ട് അങ്ങനെയൊന്നും നിൽക്കാറില്ല എന്നെല്ലാം എന്നോട് എൻ്റെ റിലേറ്റീവ്സും വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ആ സമയത്ത് നമ്മളൊന്നിച്ച് വേണ്ടത് നമ്മളെ പാർട്ട്ണറാണ്. നമ്മളൊന്നിച്ച് ആ സമയത്ത് വേറെ ആരെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും പാർട്ട്ണർ നമ്മളൊന്നിച്ചുള്ളത് അത് വേറെ തന്നെ ഹാപ്പിനെസ് ആണ്. അപ്പൊ ഡെലിവറി കഴിഞ്ഞ് 57 days ആണ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായത്. അപ്പൊ ആ ഓരോ വീക്കിലും ഏട്ടൻ 3 days ആയിട്ട് എൻ്റെ ഒന്നിച്ചും കുഞ്ഞിൻ്റെ ഒന്നിച്ചും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഡിപ്രഷനിലേക്ക് പോയിട്ട. കാരണം എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കിയിട്ട് ഏട്ടൻ എൻ്റെ ഒന്നിച്ച് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർ എന്നോടും ഏട്ടനോടും എന്നെ ചോദിച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ, ഇവൻ എന്താ ഇവിടെ നിൽക്കുന്നത്, ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനക്കും ഏട്ടനും ആ ഒരു സമയത്ത് നമ്മൾ ഡിസൈഡ് ചെയ്ത കാര്യമാണ്. അപ്പൊ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നെവർ മൈൻഡ്, ആ ഒരു ഡിസിഷൻ ആയിരുന്നു എന്റെയും ഏട്ടന്റെയും. മീൻസ് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന്റെയും അമ്മേന്റെ ഒന്നിച്ച് നിൽക്കേണ്ടത് നമ്മളെ പാർട്ട്ണർ അല്ലേ. നമ്മളെ പാരന്റ്സ്, അമ്മ എന്തായാലും നമ്മളൊന്നിച്ചുണ്ടാവുമല്ലോ. അപ്പോൾ അതിനേക്കാളും ഉപരി നമ്മളൊന്നിച്ച് വേണ്ടത് പാർട്ട്ണർ സപ്പോർട്ട് തന്നെയാണ്. ആഫ്റ്റർ ഡെലിവറി മെയിനായിട്ട് ഉണ്ടാവുന്നൊരു കാര്യമാണ് ഹോർമോൺ ചേഞ്ചസ്. അപ്പം നമുക്ക് ഡെലിവറിക്ക് ശേഷം നമ്മളെ ഹോർമോൺസ് കംപ്ലീറ്റ് ചേഞ്ച് ആവുക. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് കുഞ്ഞിന്റെ കാര്യമാണല്ലോ. അപ്പൊ കുഞ്ഞിന്റെ കംഫർട്ടിനനുസരിച്ചിട്ട് നമ്മളെ ജീവിതശൈലി കംപ്ലീറ്റ്ലി മാറുകയാണ് അവിടെ ചെയ്യുന്നത്. കുഞ്ഞിന് കൊടുക്കുന്ന അതേ കെയറിങ് അറ്റ് ദ സെയിം ടൈം അത് അമ്മക്കും കിട്ടണം അല്ലെ. ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ടത് സപ്പോർട്ടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡ്, പാർട്ട്ണർ സപ്പോർട്ടാണ്. അറ്റ് ദ സെയിം ടൈം ഫാമിലി, സൊസൈറ്റി ഇവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു പോസ്റ്റ്മോർട്ടം സ്റ്റേജ് തന്നെ ചില സ്ത്രീകൾക്കെല്ലാം ഭയങ്കര ഈസി ആയിരിക്കും, ബട്ട് എല്ലാവർക്കും ഈസി ആയിരിക്കും. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മളൊന്നിച്ച് സ്പെൻഡ് കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് ഒരു പാർട്ട്ണർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സമയത്ത് പാർട്ട്നേഴ്സ് തമ്മിൽ ഓപ്പൺ ആയിട്ട് ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടത്. അല്ലാതെ അവരെന്ത് വിചാരിക്കും, ഡെലിവറി കഴിഞ്ഞിട്ട് ഭാര്യേൻ്റെ അടുത്ത് പോയാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും, സൊസൈറ്റി എന്ത് വിചാരിക്കും എന്ന് വെച്ച് ഇരിക്കേണ്ട ആ ഒരു ടൈം അല്ല. നെവർ മൈൻഡ്, നമ്മളൊന്നിച്ച് ഭാര്യേൻ്റെ ഒന്നിച്ച് പാർട്ട്ണർ ഒന്നിച്ച് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് കൊടുക്കുക, കെയർ കൊടുക്കുക. കുഞ്ഞിക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ്, അതേ കെയറിങ് പാർട്ട്ണറിനും കൊടുക്കാന്നാണ് ഓരോ ഹസ്ബൻഡും ചെയ്യേണ്ട കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സമയത്ത് നമുക്ക് ദേഷ്യം, സങ്കടം, ഈ 2 ഫീലിങ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. ഹാപ്പിനെസ്സിനെക്കാളും കൂടുതൽ
എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഫീലിങ്സ്, ഒരു എന്താണ് മൂഡ് എന്ന് പറയുന്നത് ദേഷ്യം തന്നെയായിരിക്കും. അപ്പൊ അതെന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? നമ്മുടെ ശരീരത്തിൽ ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തെല്ലാം ആയിരിക്കുന്ന ഫസ്റ്റ് എന്തായാലും പാർട്ട്ണർ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിട്ട് അത് മനസ്സിലാക്കി നമ്മളോട് എന്താണ് ബിഹേവ് ചെയ്യണം. നമ്മുടെ മൂഡ് ഇങ്ങനെ ഓരോ മിനിറ്റിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ, ആഫ്റ്റർ ഡെലിവറി, പോസ്റ്റ് പാർട്ടം സ്റ്റേജിൽ. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കരച്ചിൽ വരും, പിന്നെയും ദേഷ്യം വരും, പിന്നെയും കരച്ചിൽ വരും. ചെറിയൊരു കാര്യത്തിന് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടാ. എന്താണ് ആഫ്റ്റർ ഡെലിവറി ഉറക്കമില്ലായ്മ, നമുക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടാത്ത ആ ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ നമുക്ക് രാത്രി 2 hours കൂടുമ്പോൾ നമുക്ക് ഫീഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. നമ്മുടെ ഉറക്കം എന്തായാലും ഡിസ്റ്റർബ് ആവും. അതുപോലെ തന്നെ സ്റ്റിച്ചിന്റെ പെയിൻ കൂടാതെ ഈ ഓരോ ആൾക്കാരും വന്ന് നമ്മളോട് നീ തടി വെച്ചിട്ടാ, നീ വണ്ണം വെച്ചിട്ടാ, നീ നല്ലോണം തടിച്ചായിട്ടുണ്ട്, അങ്ങനെയുള്ള ഓരോരോ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ ആഫ്റ്റർ ഡെലിവറി സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കുറച്ചും കൂടി ഹാപ്പി ആയിട്ടുള്ളൊരു ടൈം ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം. ഡെലിവറിക്ക് മുമ്പ് എങ്ങനെയെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുമല്ലോ. നമുക്ക് ഇഷ്ടമില്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഇഷ്ടമില്ല പോലെ ഉറങ്ങുന്നു, ഇഷ്ടമില്ല ആഹാരം കഴിക്കുന്നു, ഇഷ്ടമില്ല സ്ഥലത്ത് നമ്മളെ പാർട്ട്ണർ ഒന്നിച്ച് പോകുന്നു. നമ്മൾ ഫുൾ ഫ്രീ ആണ്, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കുറവുള്ളൊരു ടൈമാണിത്. അപ്പോൾ പെട്ടെന്ന് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം പെട്ടെന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. നമുക്ക് കുഞ്ഞിന് ഫീഡ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യണം, കുഞ്ഞിന് ആഹാരം കൊടുക്കണം, കുഞ്ഞിൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ആവുന്നു, കുഞ്ഞ് എഴുന്നേൽക്കും തോറും നമ്മളും എഴുന്നേൽക്കേണ്ടി വരുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് വിചാരിച്ച പോലെ മുമ്പ് പാർട്ട്ണർ ഒന്നിച്ച് കറങ്ങി നടന്ന പോലെ നമുക്കങ്ങനെ ഒരു ഫസ്റ്റ് 3 months നമുക്ക് കറങ്ങി നടക്കാനോ ഒന്നിനും പറ്റൂല. അപ്പൊ എന്തായാലും ആ ഒരു സ്റ്റേജ് കുറച്ച് ഡിഫിക്കൽട്ടുള്ള സ്റ്റേജ് തന്നെയാണ്. അപ്പൊ ഈ ഒരു പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് കുറച്ചും കൂടി സിവിയർ ആണതാണല്ലോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക, സ്വയം സൂയിസൈഡ് ചെയ്യാൻ നോക്കുക, കുഞ്ഞിനെ ഉപദ്രവിക്കുക. ഈ ഒരു സ്റ്റേജ് വരുന്നത് നമുക്ക് ഈ ഒരു കെയറിങ് ഒന്നും കിട്ടാത്ത ഒരു സമയത്താണ്. നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് നമുക്ക് കെയർ കിട്ടുന്നില്ല, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ റിലേറ്റീവ്സിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്നൊന്നും നമ്മൾ ഈ ആഗ്രഹിക്കുന്ന കെയറിങ്ങും സപ്പോർട്ടൊന്നും കിട്ടാത്തൊരു സിറ്റുവേഷനിലാണ് ഇത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അതായത് കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സപ്പോർട്ട് തന്നെയാണ്. നമ്മൾ ഹാപ്പി ആയിരിക്കുക, നമ്മുടെ പാർട്ട്ണർ നമ്മളെ മനസ്സിലാക്കി, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഈ ഒരു സമയത്ത് നമുക്കുണ്ടാവുന്ന ഇഷ്യൂസ് എന്തെല്ലാം ആണെന്ന് അവരും കൂടി ബോധേഡായിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പോസ്റ്റ് പാർട്ടം സ്റ്റേജ് എന്തെന്ന്, അത് ഫസ്റ്റ് നമ്മളെക്കാളും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാർട്ട്ണർ തന്നെയാണ്. അതായത് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളെക്കാളും കൂടുതൽ അതിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത്, പോസ്റ്റ് പാർട്ടം സ്റ്റേജ് എന്തെന്ന് മനസ്സിലാക്കേണ്ടത് പാർട്ട്നേഴ്സാണ്. പോസ്റ്റ് പാർട്ടം സ്റ്റേജിൻ്റെ എല്ലാ പോയിൻറ്റ്സും ഇതിലൊരിക്കലും ഇൻക്ലൂഡ് അല്ല. ഇതിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ കോണ്ടൻറ്റ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.